ഗൈസ്, അപ്പോൾ നമ്മുടെ ഹെന്ന സീരീസിൽ നമ്മൾ കുറച്ചായിട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ വേറെ പല വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യല്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് എസെൻഷ്യൽ ഓയിലിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെന്ന ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എസെൻഷ്യൽ ഓയിലിൽ എങ്ങനെ എന്തെങ്കിലും കെമിക്കലൊക്കെ അടങ്ങിയിട്ടുണ്ടോ അതോ കെമിക്കൽ ഉള്ളതാണോ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഈ കെമിക്കലായിട്ട് എസെൻഷ്യൽ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ നിറത്തിൽ വ്യത്യാസം. സാധാരണയായിട്ട് ടീ ട്രീ ഓയിലൊക്കെ പ്യുവർ ആയിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ കളർ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ് ലൈറ്റ് യെല്ലോ കളറും. പിന്നെ ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഓയിൽ അവൈലബിൾ ആണ്. റെഡ് ഓയിൽ, ഗോൾഡൻ ഓയിൽ, ഗ്രീൻ കളറിലൊക്കെ ഓയിൽ അവൈലബിൾ ആണ്. ഇത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഓയിലുകളാണ് കേട്ടോ. രണ്ടാമത് നമുക്ക് സ്മെല്ലിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഭയങ്കരമായിട്ട് ഒരു കുത്തുന്ന സ്മെല്ലായിരിക്കും ഉണ്ടാവുക കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഓയിൽ, എസെൻഷ്യൽ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് പേപ്പർ ടെസ്റ്റ്. ആ പേപ്പർ ടെസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ 1-2 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ ഉറ്റിച്ചു കൊടുക്കുക. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആവുന്നുണ്ടോ, അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടോ ആ പേപ്പറിൽ എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ ഓയിലാണ്. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് നിർവീര്യമായിട്ട് അവിടെ ഓയിലിന്റെ ഒരു പാടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ ഓയിൽ അല്ല, മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന എങ്ങനെ, നമ്മുടെ കയ്യിലെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടല്ലോ അതെടുക്കുക. ഇതിപ്പോ ഒരു എസെൻഷ്യൽ ഓയിലാണ്. ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇതിലുള്ള ബബിൾസ് പെട്ടെന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ കെമിക്കൽ അടങ്ങിയിട്ടില്ല നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്റെ കയ്യിലുള്ള ഒരു കെമിക്കൽ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇത് നോക്ക്. ഇത് നമുക്ക് ഷെയ്ക്ക് ചെയ്ത് നോക്കാം. ഇത് ഷേക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇതിലെ ബബിൾസ് ഇതാ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ രീതിയൊക്കെയാണ് എനിക്ക് അറിയാവുന്നത്. ഇനി ആർക്കെങ്കിലും വേറെ വല്ല രീതി അറിയുന്നെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണേ.